2-3 ദിവസം നമുക്ക് മൊത്തത്തിൽ കുഴപ്പമായിരുന്നു. ഇവിടുത്തെ കൊച്ചു കാന്താരി ഛർദിലും വയറൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷേ വീട്ടിൽ സഹായിക്കാൻ ആളുണ്ട്. കണ്ട എൻ്റെ മൂത്ത മോള്, എൻ്റെ വാവച്ചി അവളാണ് എല്ലാം സഹായിച്ചത്. വെള്ളം ഒഴിക്കാനും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത അവളാണ് ഞാൻ ഹോസ്പിറ്റലായിരുന്ന സമയത്തെ. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള രംഗങ്ങളാണ്. വിളവെടുപ്പ് നടത്തിയാണ്. വന്നാലും അവൾ അടങ്ങിയൊന്നും ഇരിക്കത്തില്ല. അവൾ വഴുതന കുറച്ച് വിളഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വന്ന് വഴുതന വിളവെടുക്കുന്നു. രാവിലെ എത്ര ഒക്കെ വയ്യെങ്കിലും അച്ഛൻ്റെ കൂടെ രാവിലെ മുകളിൽ കയറും. അപ്പോൾ മുകളിലാണ് നമ്മുടെ മീനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ നോക്കുന്നത് അച്ഛനാണ് നോക്കുന്നത്. അപ്പോൾ ആ സമയത്ത് രാവിലെ ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് അവൾ കയറി. അവൾക്കൊരു മടിയുമില്ല. അവൾ എന്നും കയറി വിളവെടുപ്പും പിന്നെ മീനെ തീറ്റ കൊടുക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ. ഒരാൾ മാത്രമല്ല, 2 പേരും നല്ല സമയം കിട്ടുമ്പോഴൊക്കെ മൂത്താളും കയറും. പിന്നെ ഈ മൊത്തത്തിൽ ഞങ്ങൾ കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടായ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇപ്പം 4 പേര്, ഞങ്ങൾ 4 പേർക്ക് താല്പര്യം ആയതുകൊണ്ടാണ് ഇത് ഇത്രയും വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അവൾ കുലുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് നല്ലപോലെ കലക്കിയ മൊയിന ഉണ്ടല്ലേ. അപ്പം മീൻ ലൈവ് ഫുഡ് കൊടുക്കണം. അപ്പോൾ ലൈവ് ഫുഡ് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ വളർന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഈസ്റ്റ് കലക്കും. അപ്പോൾ ഈസ്റ്റ് ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ മൊയിനയ്ക്ക് രാവിലെയും വൈകിട്ടുമായിട്ട് ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയുള്ള രാവിലത്തെ വിശേഷങ്ങൾ.